നമുക്ക് ന്യൂ ഇയറിന് മുമ്പ് ഒരു ചുരിദാർ നിങ്ങൾ തയ്ച്ചിടണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടി, ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി, അതായത് നൈറ്റ് തുണി പോലും തിരിച്ചറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് തയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഒന്നുകിൽ നിങ്ങളുടെ സ്വന്തം ചുരിദാർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏതാൾക്കാർക്കും വരാം. എനിക്കറിയാം റോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഇനി അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങുന്നവരാണെങ്കിൽ ഒന്നുകൂടെ പറയാം, നമ്മുടെ ചാനലിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ പേരാണ് സാലി റോസ് ചാനൽ കേട്ടോ. അപ്പം അവിടെ വന്ന് ഒരുപാട് പേര് ഈ ചുരിദാർ ചലഞ്ച്, സാരി ബ്ലൗസ് ചലഞ്ച്, അതുപോലെ സ്ട്രെയിറ്റ് പാൻറ് ചലഞ്ച്, ഇതെല്ലാം നൈറ്റി ചലഞ്ച് ഇഷ്ടംപോലെ നമ്മൾ നടത്തി. ഒരുപാട് പേര് തയ്ച്ചു. ഒന്നും അറിയത്തില്ലാത്തവർ തയ്ച്ചു. നിങ്ങൾക്ക് പഴയ വീഡിയോകളുടെ കമൻറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്ര പേര് തയ്ച്ചു, എത്ര പേര് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. എത്രയോ തയ്യൽക്കാർ വർഷങ്ങളോളം തയ്ച്ചുകൊണ്ടിരുന്നവരും പറയുന്നു, ടീച്ചറിൻ്റെ ചാനൽ കണ്ട് ഞങ്ങൾക്ക് മെഷർമെൻറ്റ് മനസ്സിലായി. അതുപോലെ പല ടിപ്പുകളും, ഏത് വീഡിയോയിൽ നിന്നും പല ടിപ്പുകളും കിട്ടുന്നതാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ നിങ്ങൾ തന്ന ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഇന്നലത്തെ വന്ന കമന്ന, എന്തോരം തയ്യൽ ചാനൽ കണ്ടിട്ടും എനിക്ക് വെട്ടി തയ്ക്കാൻ പേടിയായിരുന്നു. ടീച്ചറിൻ്റെ ചാനൽ കണ്ട് ഞാൻ ഇത്ര നൈറ്റ് തയ്ച്ചു, ഇത്ര ചുരിദാർ തയ്ച്ചു. ഞാൻ തയ്ച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം തയ്ച്ചവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും എൻ്റെ ലക്ഷ്യമിത ആഗ്രഹമുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് തയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഒന്നുകിൽ നിങ്ങളുടെ സ്വന്തം ചുരിദാർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏതാൾക്കാർക്കും വരാം. എനിക്കറിയാവുന്ന രീതിയിൽ ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടി, ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി, അതായത് നൈറ്റ് തുണി പോലും തിരിച്ചറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ടേപ്പ് വേണം, മെഷറിംഗ് ടേപ്പ്. ഇത് കണ്ടല്ലോ, ഇങ്ങനെ ഒരു ടേപ്പ് നിങ്ങൾക്ക് വേണം. ഒരു കത്രിക വേണം. ആദ്യമേ നിങ്ങൾക്ക് ഇത് ഇച്ചിരി വില കൂടുതലുള്ള കത്രിക, ഇത്രയും വലിയ കത്രിക വേണമെന്ന് നിർബന്ധമില്ല. ഒരു സാധാ കത്രിക കൊണ്ട് വേണമെങ്കിലും തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ഈ 3 സാധനം മതി. ടേപ്പ് വേണം, കത്രികയും തുണിയും, ഒരു തയ്യൽ മെഷീനും. അത് ഏത് തരത്തിലുള്ള തയ്യൽ മെഷീനായാലും കുഴപ്പമില്ല, തുടക്കക്കാർക്ക് എന്താണെങ്കിലും മതി. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇത് കണ്ടോ നിങ്ങൾ, ഇത് ഒരു നൈറ്റി ബിറ്റ് എന്ന് പറയും. നൈറ്റി മെറ്റീരിയൽ ഏത് കടകളിൽ പോയാലും കിട്ടും. ഒരു 150 മുതൽ 200, 220, 240 ഇച്ചിരി എല്ലാത്തിൻ്റെ അളവ് 290. പിന്നെ നല്ല കൂടിയ ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിലേ 3 മീറ്റർ കാണത്തുള്ളൂ. ഞാൻ തിരഞ്ഞെടുത്തത് നൈറ്റി ബിറ്റാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വില കുറവ്, നിങ്ങൾക്ക് തയ്ക്കാനും എടുക്കാനുമുള്ള എളുപ്പം. ഈ രണ്ട് കാര്യം വെച്ചുകൊണ്ടാണ് നൈറ്റി ബിറ്റ് എടുത്തിരിക്കുന്നത്. നൈറ്റി ബിറ്റിൽ തയ്ച്ചു തുടങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞത് വില കുറഞ്ഞു. നിങ്ങൾക്ക് അഥവാ ഒരു മിസ്റ്റേക്ക് വന്നാലും 150 അല്ലെ 170 രൂപയല്ലേ നഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടല്ലോ. മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ സ്വല്പം പൊളഞ്ഞൊക്കെ പോയാലേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾക്കത് ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ല. വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് തുടങ്ങാൻ പോവാം. തുണി എടുക്കുന്നതും ഓരോന്നും ഞാൻ വിശദീകരിച്ച് തരും. സ്വല്പം സമയമെടുക്കും. ഞാൻ വീഡിയോ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര്, 3 പേര് 30 പേരെ ചോദിച്ച് 300 പേരോളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ പലരെയും കണ്ടു, എൻ്റെ പഴയ ആൾക്കാരാണ്. പേര് പറയുന്നില്ല, എനിക്ക് പേര് വരെ അറിയാം. അപ്പോൾ പഴയ ആൾക്കാരെ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ ഒരുപാട് സമയം ഇതിനുവേണ്ടി കളയണ്ട. തുടക്കക്കാർ, ബിഗിനേഴ്സ്, ജസ്റ്റ് ബിഗിനേഴ്സ്. ആഗ്രഹമുണ്ടോ പോരും. അപ്പം ഞാൻ തുണി തുറന്ന് കാണിക്കട്ടെ. ഇതേ, ഈ തുണി നമുക്ക് കടയിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ ഇങ്ങനെ. ഇത് കണ്ടോ, ഈ നീളം ഇത് പറയാൻ മറന്നുപോയി. ഇങ്ങനെ നീളത്തിൽ കിട്ടുന്നത്, ഇതാണ് നീളം എന്ന് പറഞ്ഞ തുണിയുടെ. ഇനി ആ മുറിച്ച് കിട്ടുന്ന പാട് കണ്ടോ, ഈ മുറിച്ച് കിട്ടുന്ന ഭാഗം, ഇതിനെ വിളിക്കുന്ന ഇതാണ് വീതി. അറക്കല്ലേ, ഇത് തുണിയുടെ വീതി. ഈ നമ്മൾ മുറിച്ചെടുക്കുന്നത് എന്തേരെയാണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നീളം. ഇനി തുണിക്ക് മറ്റൊരു പ്രത്യേകത, തുണിയുടെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തായിരിക്കും ഒരു ഭാഗം നിൽക്കുന്നത്. ഇതിന് തേര്, കര എന്നൊക്കെ പറയും. കര എന്നും തേരെന്നും പലരും പല വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഞാൻ രണ്ടും പറയാം, തേരെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴും തുടക്കക്കാരെ ശ്രദ്ധിക്കണം. തുണി വെട്ടുമ്പോൾ തുണിയുടെ ഉൾവശത്തെ വരയ്ക്കാം. അല്ലെങ്കിൽ അതിനെ പറ്റുന്ന വരയൊക്കെ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ പുറത്തൊക്കെ ഇരിക്കും. എനിക്ക് അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചിലതുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നോക്കിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം എടുക്കാൻ വേണ്ടി തുണി മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ട് മുമ്പത്തെ പോലെ തന്നെ തിരിച്ചു മടക്കുക. എനിക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോയാൽ ഒത്തിരി സമയമാകുന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. കാരണം എന്നറിയാം, ഒത്തിരി പറയാൻ പറ്റത്തില്ല.
നൈറ്റി തുണി വെച്ച് ചുരിദാർ തയ്ക്കുന്നതും നമ്മൾ കടയിൽ നിന്ന് അളന്ന് മേടിക്കുന്ന തുണിയില്ലേ, അതിനെ റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയും. ആ റണ്ണിങ് മെറ്റീരിയൽ വെച്ച് ചുരിദാർ തയ്ക്കാൻ മടക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം മറക്കല്ലേ. ഇത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളും ഒരു നൈറ്റി ബിറ്റ് എടുത്ത് തുടങ്ങാൻ പറഞ്ഞത്. നൈറ്റി ബിറ്റ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ മാത്രം പറഞ്ഞു തന്നാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് കയറുമ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അതുകൊണ്ട് എല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല. റണ്ണിങ് മെറ്റീരിയൽ മടക്കുന്നത് പോലെ അല്ല ചുരിദാർ നൈറ്റി തുണി കൊണ്ട് ചുരിദാർ ടോപ്പ് തയ്ക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, മുമ്പത്തെ പോലെ തന്നെ ഒന്നുകൂടി നീളത്തിൽ മടക്കി. ഇതാണ് നീളത്തിൽ മടക്കി. ഇനി നമ്മളതിനെ നേർപകുതിയായിട്ട് ഞാൻ ഒന്നുകൂടി മടക്കുക. കണ്ടല്ലോ, നേർപകുതിയായിട്ട് ഒന്നുകൂടെ മടക്കി. ഇവിടം വരെ എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഈ ടേബിളിൽ നമുക്ക് സൗകര്യം എവിടെയാണോ അതുപോലെ നോക്കി നമ്മൾ കൃത്യമായിട്ട് രണ്ടായിട്ട് മടക്കി നേർപകുതിക്കാണ് മടക്കിയേക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ പകുതിക്ക് മടക്കേണ്ടി വരികയില്ല. കാരണം കോളറൊക്കെ തയ്ക്കണമെങ്കിൽ തുണി വേണമെങ്കിൽ നമ്മളതനുസരിച്ച് ലുബ്ധിച്ചായിരിക്കും മടക്കുന്നത്. പക്ഷേ ഏറ്റവും തുടക്കക്കാർക്ക് കഷ്ടിച്ച് തയ്ക്കാൻ വേണ്ടിയാണ് ഈ ഐഡിയ പറഞ്ഞിരുന്നത്. ആദ്യം നീളത്തിലൊന്ന് മടക്കി, എന്നിട്ട് വീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ടതിനെയാണ് വീതിയിൽ നിന്ന് ഇത്തരം വരെ പിടി കിട്ടിയില്ലേ. ഇനിയും ആർക്കാ തയ്ക്കുന്നയാളുടെ അളവ് വേണ്ടേ? എനിക്ക് തന്നെ തയ്ച്ച് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന എങ്ങനെയെന്ന് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ തയ്ച്ചിടുന്നത്. 46 തയ്ക്കാൻ ഞാൻ എത്ര ചോദിച്ചു, ടീച്ചർ പറഞ്ഞില്ലല്ലോ നീ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. 46 തയ്ച്ച് ഞാൻ ആർക്ക് കൊടുക്കാനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ? എനിക്കില്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 46ഉം 48ഉം 44ഉം 42ഉം എല്ലാം എൻ്റെ ചാനലിൽ പല ഡിഫറൻസ് ഉള്ള ചുരിദാറുകൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി തയ്ച്ചിട്ടിട്ടുണ്ട്. മറക്കരുത്. ചുമ്മാതെ XXL തയ്ക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഐ കാൺസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതെ അങ്ങനൊരു നമുക്ക് ഈ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന പോലെ ചുരിദാർ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായ അളവിനാണ് തയ്ച്ചു തരുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ചുരിദാർ തയ്ക്കാൻ വേണ്ടിയത് ഇത് കണ്ടോ, കഷത്തിനകത്തൂടെ എടുത്ത് നമ്മുടെ ഇവിടുത്തെ അളവാണ്. ഇത് കണ്ടോ, നിങ്ങൾ ഞാൻ പിടിച്ചേക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ, വലിച്ചു മുറുകണ്ട. ഒരു സ്വല്പം അയഞ്ഞോട്ടെ. ഒരു വിരൽ ഇങ്ങനെ തള്ളവിരൽ അകത്തൂടെ പിടിക്കാവുന്ന പോലെ നമ്മൾ എടുക്കുന്നു. എനിക്ക് എത്ര കിട്ടിയേക്കുന്നത്? 37 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് അളവ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ എത്രയാണ്? 37 ഇഞ്ച്. മറന്നു പോകലെ. ചെസ്റ്റ് മെഷർമെൻറ്റ് ഫ്രം ബോഡി എന്ന് പറയുന്നത് 37. പ്രത്യേകതകളൊക്കെ ഇല്ലേ? ഇപ്പം ബ്രസ്റ്റൊക്കെ കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ അളവും കൂടെ ചുരിദാറിന് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് നോക്കിക്കാൻ നിങ്ങൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ ഫുൾ ബ്രസ്റ്റ് കണ്ടോ, ഇതിന് ഫുൾ ബസ്റ്റ് അളവെന്നാണ്, BUST ഫുൾ ബസ്റ്റ്. അതും കൂടി നമുക്ക് നോക്കാം. എനിക്ക് ബസ്റ്റ് അളവെന്ന് പറയുന്നത് 39 കേട്ടോ. അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട മറ്റൊരളവാണ് ഈ വിരിവ്, ഷോൾഡറിൻ്റെ വിരിവ്. ഷോൾഡർ ഇല്ലേ, ഈ ഷോൾഡർ വെച്ചാണ് നമ്മുടെ ഡ്രസ്സുകളെല്ലാം ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കും. ഇവിടെ ഒരു എല്ലാം ഉണ്ട്. നമുക്കല്ല തന്നെ നമ്മുടെ തുണി ഏറ്റവും എളുപ്പമാർഗം പറയാം. നല്ലൊരു ചുരിദാർ എടുത്തിരുന്നു. നല്ല ചുരിദാർ എന്ന് പറയണ്ട, കാണാൻ ഭംഗിയല്ല, നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ടുള്ളത്. അതായത് കൈ ഷോൾഡർ ഇറങ്ങി പോകാത്ത നല്ല ഫിറ്റായിട്ട് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നോക്കിയും തൊടുവ് പിടിക്കുമെന്നോ കാര്യം കഴുത്തൊക്കെ നല്ല വെടുത്തെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന് ചുരിദാറിനെ കഴുത്ത് മേളിട്ട് പോകുന്നു, ഇറങ്ങി യാതൊരു പ്രോബ്ലവും ഇല്ല ഈ ചുരിദാറിന്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, ഫുൾ ബോഡി ഫിറ്റാണ്. അത്ര എണ്ണം ഇറുകി പിടിച്ചാണോ ഇരിക്കുന്നത്? അതുമല്ല തന്നെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചുരിദാർ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. എന്നിട്ട് അതിൻ്റെ ഷോൾഡർ എവിടെയാന്ന് നോക്കുക നിങ്ങൾ. അതിൽ ഈ നമ്മുടെ ഇതിൻ്റെ ഒരറ്റം ഇങ്ങനെ കറക്റ്റ് ആ ഷോൾഡറിൽ നമ്മൾ കൈകൊണ്ട് വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന് ഇത് കണ്ടല്ലോ, ഇവിടുത്തെ നമ്മുടെ തയ്യലില്ലേ, ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിടിച്ചാൽ മതി. ഇത് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കി. ഷാർപ്പ് 15 കറക്റ്റ് ഷോൾഡർ അതിൻ്റെ 15. അപ്പോൾ 15ൻ്റെ പകുതിയാണ് നമ്മൾ ഇവിടെ മെഷർമെൻറ്റിന് വേണ്ടി എടുക്കുന്നത്. ആ 3 അളവും ഞാൻ ഇങ്ങോട്ടൊന്ന് കുറിച്ച് വെക്കട്ടെ കാണിക്കാൻ വേണ്ടി. നോക്കിക്കോ, നമുക്ക് ചുരിദാർ തയ്ക്കാൻ വേണ്ട നമ്മുടെ മെഷർമെൻറ്റ്സ് ആണ്. ചെസ്റ്റ് എനിക്ക് 37, ബസ്റ്റ് എനിക്ക് 39. പിന്നെ ഞാനെടുത്ത് ഷോൾഡർ, നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതാണ് 15. ഈ 3 മെഷർമെൻറ്റ് കൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങി വെക്കാം. ഞാൻ ആരംഭിക്കട്ടെ. നമുക്ക് മെഷർ ചെയ്യുന്നതിന് നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാനാണ് ഞാൻ പേനയുടെ മൂല്യമൊക്കെ എടുക്കുന്നത്. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ചോക്ക് മേടിക്കുന്നത്. ഇതിന് വിലയൊന്നുമില്ല, ഒരു പീസിന് 5 രൂപ അങ്ങനെ കണ്ടത്. ഇത് പലതെണ്ണം കണ്ടോ, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ ചോക്ക് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ
ആദ്യം നമ്മൾ നോക്കുന്ന ചുരിദാറിന്റെ ഇറക്കമാണ് നമ്മൾ നോക്കുന്നത്. ചുരിദാറിന്റെ ഇറക്കം നമുക്കതിന് ഇതിന്റെ അടിഭാഗം നിങ്ങൾ നോക്കണം. ഇതുപോലെ കയറി ഇറങ്ങി ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ലെവൽ ചെയ്യണം. ആദ്യം കയറി ഇറങ്ങിയിട്ടുള്ളേ. അതിനുശേഷം ഓരോരുത്തരുടെയും ചുരിദാറിന്റെ ഇറക്കം അത് നിങ്ങളുടെ തുണിയിൽ നിന്ന് എടുക്കാം, അല്ലെ ബോഡിയിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുരിദാറിന്റെ ഇറക്കം നിങ്ങൾ നോക്കുന്നു. എനിക്ക് ചുരിദാറിന് 47 ഇഞ്ച് തയ്ച്ചതിന് ശേഷം വേണം. എനിക്ക് നല്ല ഇറക്കമുള്ളതാണ് ഇഷ്ടം. പലർക്കും അത്രയും വേണ്ടി വരിക 45, 44, 46 ഒക്കെ മതിയാവും. എനിക്ക് തയ്ച്ചതിന് ശേഷം 47 ഇഞ്ച് ഇറക്കം വേണം. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇവിടെ നിന്ന് തന്നെ 47 എവിടം വരെ ഉണ്ടെന്ന് നോക്കി എടുക്കാൻ പോവാം. അയ്യോ, ഇനി വരെ ഉണ്ട്, 47 ഇഞ്ചിന് മേളിലുണ്ട്. അപ്പം നമ്മളെങ്ങനെ അടയാളപ്പെടുത്തുന്നത്? ഞാനിത് താഴേക്ക് ചുരുട്ടോട്ടെ. ഞാനിത് 47. ഇനി 47 മതിയോ? എനിക്ക് റെഡി ലെങ്താണ് 47 വേണ്ടത്. അപ്പം എന്ത് വേണം? ഒരു 1.5 ഇഞ്ചെങ്കിലും നമ്മൾ കൂടുതൽ എടുക്കണം. നമുക്ക് അടി മടക്കി അടിക്കണ്ടേ? അതുപോലെ മേളിൽ ഷോൾഡറൊക്കെ കൂട്ടി അടിച്ച് പോവുകയില്ലേ? അതുകൊണ്ട് 1.5 ഇഞ്ച് കൂട്ടി 47 1 48.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കൃത്യമായിട്ട് ഇത് ഒന്ന് വരച്ച് കാണിക്കാം. അതുപോലെ ഈ ചുരിദാർ തയ്ക്കാൻ വേണ്ട നല്ലൊരു പ്രധാനപ്പെട്ട മറ്റൊരു മെഷർമെൻ്റാണ് നമ്മുടെ ഈ കഷക്കുഴിയുടെ ചുറ്റളവ്. അതിനെ പറയുന്നതാണ് ആം ഹോൾ റൗണ്ട് എന്ന് അതിനെ വിളിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കിയേ. ഇങ്ങനെ ടേപ്പ് എടുത്തരുതേ, ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നു. ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കണ്ടോ, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നോക്കുക. അത് നോക്കണം, നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൈക്കുഴി പോയേക്കുന്നതിലൂടെ തന്നെ വേണം വരാൻ. എത്ര ശരിക്ക് പിടിക്കാനുള്ള, ശരിക്ക് എടുക്കാനുള്ള ഒരു അളവ് രീതി ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോയിലുണ്ട്, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് കേട്ടോ, എനിക്കത് ഇട്ടിട്ട് നമ്മൾ നോക്കിയാൽ 17.5 എനിക്ക് എൻ്റെ ആം ഹോൾ റൗണ്ട് 17.5. അത് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പം എന്നെ പോലെ 37 ചെസ്റ്റ് അളവുള്ളവർക്ക് 18 ഉള്ളവർ കാണും, 16 ഉള്ളവർ കാണും, 15.5 വരെ ഉള്ളവരുണ്ട്. അതെല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടേ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതോടെ ഞാൻ എഴുതുവാണേ. ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടിയത് 17.5. ഇത്രയും മെഷർമെൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മളിനി ഒന്നേം തുടങ്ങാൻ പോവാം. ഇനി നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി ഇതൊന്നുകൂടെ കാണിക്കാം. നമ്മൾ തുണി 4 ആക്കി ഇട്ടേക്കുക എന്ന് പറഞ്ഞാൽ 4 പീസാണ് നമ്മൾ, 4 പീസല്ല 4 ഭാഗമായിട്ടാണ് നമ്മളിത് വെട്ടുമ്പം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ആകെയുള്ള ഈ ചെസ്റ്റ് അളവ്, ചുറ്റളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഭാഗിക്കുന്ന പോലെ ആയിരിക്കണം ഇവിടെ വരാൻ പോകുന്ന മെഷർമെൻറ്റുകളെല്ലാം. അത് മാറിപ്പോകും. എന്തിനാ 4 കൊണ്ട് ഹരിച്ചെന്നൊക്കെ ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ നിന്നാണ്, ഇത് കണ്ടോ, ഈ തുണിയുടെ ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് തുടങ്ങുന്നത് നമ്മുടെ കഴുത്തേന്നാണ്. ഈ കഴുത്തിൻ്റെ കാര്യം വരുമ്പോഴും ഒരു 100,000 സംശയം നിങ്ങൾക്ക് വരാം. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്ക് കഴുത്ത് ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്നതും ഇങ്ങനെ കയറിയിരിക്കുന്നതും എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരുവിധം കഴുത്ത് വേണം, ഒരുപാട് വേണ്ട. എന്നാൽ ചിലർക്ക് കഴുത്ത് അധികം വേണ്ട, ചിലർക്ക് ഒത്തിരി കഴുത്ത് ചേരത്തുമില്ല. ഒരു 6 ഇഞ്ച് എടുക്കുമ്പോഴേ ഇങ്ങനെ താഴോട്ട് താന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ്. അതുകൊണ്ട് എനിക്ക് വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഓരോ തയ്ച്ച് നോക്കി നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നിങ്ങളിടുന്ന ചുരിദാറിൻ്റെയൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ജനറൽ ഒരു 37 ഇഞ്ച് വരുന്ന, അല്ലെ 39, 40, 40 ചെസ്റ്റ് അളവ്, 36, 38, 40 ചെസ്റ്റ് അളവിനുള്ളിൽ വരുന്ന ആർക്കും പറ്റുന്ന പോലെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്ക് വേണ്ട എൻ്റെ ഇവിടുത്തെ നെക്കിൻ്റെ വെട്ട് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അത് വലിയ കൂടുതലുമല്ല കുറവുമല്ല. അപ്പം നമ്മൾ എത്ര എടുത്തു? 3 ഇഞ്ച്. കണ്ടല്ലോ, അവിടെ ഒരു വര വരച്ചു. ഇനിയും നമ്മൾ ഇച്ചിരി താഴോട്ട് മാറ്റി ഇവിടെയും ഈ 3 ഇഞ്ചിന് ഒന്ന് അടയാളപ്പെടുത്തി. കണ്ടല്ലോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം, അതും എനിക്ക് ആരെയും നിർബന്ധിക്കാനോ പറയാനോ പറ്റത്തില്ല. ഒരു ആവറേജ് ഇറക്കമായ 6 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നു. കണ്ടല്ലോ, ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ തയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമ്പോൾ നമുക്കിത് 5.5 ആയിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? 6.5 എടുക്കാം. ഇത് നിർബന്ധിക്കുന്നതല്ല, ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഞാനിപ്പോൾ എത്ര എടുത്തേക്കുന്നത്? 6.5 എടുത്തു. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്കെയിൽ വെച്ച് നമുക്ക് ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കണം. ഈ ലൈനുകളെ ചേർത്ത് നമുക്ക് ഇങ്ങനെ കൂട്ടി വരച്ചു. അപ്പോൾ ഈ 6.5 ഇഞ്ചിൻ്റേതും ഞാൻ കൂട്ടി വരച്ചു. ഇനി നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്ക് വെട്ടണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ചതുര കഴുത്ത് വെട്ടാം, നമുക്ക് യു ഷേപ്പിൽ വെട്ടാം, ഏത് വേണമെങ്കിലും വെട്ടാം. ഏറ്റവും
ഏറ്റവും എളുപ്പം ഇതുപോലൊരു സാധനമുണ്ട്, ഫ്രഞ്ച് കർവ് എന്ന് പറയും. ഇത് ആം ഹോൾ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ആം ഹോൾ റൗണ്ട് വരയ്ക്കുക ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ കഴുത്ത് വരയ്ക്കണമെങ്കിലും ആം ഹോൾ വരയ്ക്കണമെങ്കിലും ഞാനൊക്കെ എന്നെ നാളെ വാങ്ങിച്ചിട്ട് ഇത്രയും കാലവും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതൊന്നും വലിയ വിലയുള്ള സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മേടിക്കാം. തയ്യൽ സാധനങ്ങൾ കിട്ടുന്ന കടകളിൽ കിട്ടും. ഇതിൻ്റെ പേര് ഫ്രഞ്ച് കർവ് എന്ന് അതിനെ വിളിക്കുന്നത്. നിങ്ങൾ ആം ഹോൾ വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തരും. ആം ഹോൾ കർവ് എന്നും പറയും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ യു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. ഇനി ഇത് വേണം നിർബന്ധമുണ്ടോ? ഒന്നും വേണ്ട. ഇനി അയ്യോ എനിക്കിനി ആം ഹോൾ കർവ് ഇല്ലേ, എനിക്ക് കഴുത്ത് വരയ്ക്കാൻ അറിയത്തില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ കണ്ടോ, അത് വരയ്ക്കാൻ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല ഒന്നാന്തരം കഴുത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി അതല്ല ചതുരക്കഴുത്താണ് വരയ്ക്കുന്നതെങ്കിൽ ഒന്നും വേണ്ട, ഇത് തന്നെ നമുക്ക് എടുക്കാം. ഞാൻ ഇന്ന് വേറൊരു നെക്ക് വരയ്ക്കട്ടെ. എന്നും ചതുരക്കഴുത്ത് യു കഴുത്ത് വിട്ട് ഞാനും മടുത്തു. ഞാനിവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് കണ്ടോ, ഒരു 1.25 ഇഞ്ച് കയറ്റി ഒരു പോയിന്റ് കണ്ടെത്തുന്നു. 1.25 ഇഞ്ച് ഒരു പോയിന്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കും. അപ്പം നമ്മുടെ ആ ഒരു വേറൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, മിക്കവാറും നൈറ്റിക്കൊക്കെ കാണത്തില്ലേ, നൈറ്റിയുടെയൊക്കെ ഒരു ഷേപ്പ്. ഇപ്പം ഇന്നത്തെ എൻ്റെ ചുരിദാറിൻ്റെ നെക്ക് ഞാൻ ഇതാ വരയ്ക്കുന്നത്. ഇനി ബാക്ക് നെക്ക് നമുക്ക് യു തന്നെ വരയ്ക്കാം. ബാക്ക് നെക്ക് എത്ര വേണം അതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു മിനിമം 4 ഇഞ്ച്, ഏറ്റവും കുറഞ്ഞ 4 ഇഞ്ചെങ്കിലും എടുക്കണം, എന്നാലേ വൃത്തിയുള്ളൂ. ഞാനൊരു 4.5 ഇഞ്ച് എടുക്കുവാണേ. 4.5 കണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവിടെ യു കഴുത്ത് നമുക്ക് വരച്ചാൽ മതി, അതാ എളുപ്പം. യു ഷേപ്പിൽ തയ്ക്കാനും ഏറ്റവും തുടക്കക്കാർക്ക് തയ്ക്കാൻ ഏറ്റവും എളുപ്പം യു ഷേപ്പാണെന്ന് മറക്കല്ലേ കേട്ടോ. ഈ ഷേപ്പൊന്നും നിങ്ങളിപ്പോൾ ആദ്യം എടുത്ത് ചെയ്തേക്കല്ലേ. ഞാൻ വെറുതെ ഒന്ന് മാറ്റി ചേരുന്നു. ഇത്രയും കഴുത്തിൻ്റെ പണി തീർന്നു. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ഇത് എത്രയാണ്? 3, താഴേക്കുള്ള അകലം ഇറക്കം 6. അതുപോലെ ഈ നെക്കിന് നിങ്ങൾ എത്ര എടുത്താൽ മതി? 4 ഇഞ്ച് എടുത്താൽ മതി. ഇനിയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം വരാൻ പോകുന്നത്. അതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് എത്ര മാറ്റിയിട്ടാണ് കൈയുടെ കുഴി വെട്ടേണ്ടത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഷോൾഡർ. നമ്മൾ എല്ലാ തയ്യൽ കാര്യങ്ങളിലും കുഞ്ഞു കൊച്ചിൻ്റെ ഉടുപ്പ് തൊട്ട് ഏതായാലും ഇതിനെ വിളിക്കുന്നവരെന്താണ്? ഷോൾഡർ. ഈ ഷോൾഡർ നമ്മൾ മുമ്പേ അളന്ന് കണ്ടുപിടിച്ച് 15 ആയിരുന്നു. അതിൻ്റെ പകുതി എത്രയാണ്? 7.5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 7.5 ശരിക്കും നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. നിങ്ങൾ നോക്കിയിരുന്ന കണ്ടോ, 7.5. അത് ഞാനൊന്ന് വരച്ച് കാണിച്ചേക്കാവേ. 7.5 ഇതാണ് ഈ ചുരിദാറിൻ്റെ ഷോൾഡർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഈ 4.5 എടുത്ത് 3 ഇഞ്ചും 4.5 എടുത്ത് ഇവിടെ കഴുത്ത് ഓപ്പണാക്കി, അതുപോലെ ഫ്രണ്ട് 6 ഇഞ്ചും എടുത്ത് ഈ ഷേപ്പിൽ തയ്ച്ച് കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ? നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ പീസ് എങ്ങോട്ട് തള്ളും? നമ്മുടെ കൈയുടെ കുഴിയുടെ ഭാഗത്തോട്ട് വലിഞ്ഞു വരും. ഉറപ്പായിട്ടും വരത്തില്ലേ? നമ്മുടെ നെക്കും കഴിഞ്ഞ് ഈ ഭാഗം ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പം ഇത് വരുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ഇവിടെ വെച്ചാണ് നമ്മൾ കൈ സ്ലീവ് പിടിപ്പിക്കുന്നതെങ്കിൽ, ഇത് സ്ലീവ് വെട്ടാനുള്ള ഭാഗമാണ്. സ്ലീവ് പിടിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ ഷോൾഡർ താഴേക്ക് തൂങ്ങിക്കിടക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഭംഗിയും കാണുന്നില്ല ആ ചുരിദാറിന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ 7.5 എന്നുള്ളതിനെ ഞാൻ 7 ആക്കി കുറയ്ക്കും. കണ്ടോ, 7.5 എന്നുള്ളതിനെ എത്രയായിട്ട് മാറ്റി? 7 ആക്കി. പറയാൻ പോയാൽ ഇന്നൊരു ദിവസം മുഴുവൻ എടുത്താൽ തീരുകയില്ല. ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാവേ. അതേസമയം ഈ നെക്ക് 2.5 ഉള്ളായിരുന്നു വിചാരിച്ചു. ഈ നെക്ക് 2.5 ഉള്ളൂ, ഒരു 4ഉം 5ഉം ഒക്കെ എടുക്കുന്നെങ്കിൽ നമുക്കിതൊരു 7.25, 7.5 ഫുള്ള് വേണ്ട, 7.25 മാറ്റാം. ഇനി വേറെ കഴുത്തില്ലേ, നമുക്ക് കോളർ വെക്കുന്ന കഴുത്തില്ലേ, അപ്പം നമ്മൾ കഴുത്ത് വെട്ടത്തേ ഇല്ലല്ലോ, അറിയാവോ? ബാക്ക് നെക്ക് വെട്ടത്തേ ഇല്ല. കോളർ, വി കോളർ ആയാലും നമ്മുടെ റൗണ്ട് ഫ്ലാറ്റ് കോളർ, കോട്ട് കോളർ, ഷർട്ട് കോളർ, ഏത് കോളർ വന്നാലും നമുക്ക് മുഴുവൻ നമ്മുടെ ഫുൾ എനിക്ക് വേണ്ട ഷോൾഡറും എടുക്കേണ്ടി വരും, ഒരു പൊടിക്ക് പോലും കളയാതെ. അപ്പം നമ്മൾ ഇങ്ങനത്തെ നെക്ക് വെട്ടുമ്പോഴാണ് ഷോൾഡർ 7.5 നിന്നും ഞാൻ എത്രയായിട്ട് കുറച്ചു? 7 ആയിട്ട് കുറച്ചു. അപ്പം നമ്മൾ 7 ഷോൾഡർ വരച്ചു. ഇത്രയും വരെ മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മുടെ കൈയുടെ കുഴിയാണ്. നമ്മുടെ ചുരിദാറിലോട്ട് കൊണ്ടുവന്ന് സ്ലീവ് കൊണ്ട് ചേർത്തേക്കുന്ന ഒരു വട്ടം നിങ്ങൾക്ക് അറിയത്തില്ലേ? അതിനെയാണ് കൈക്കുഴി, ആം ഹോൾ എന്ന് വിളിക്കുന്നത്. ആ കൈക്കുഴി നമുക്ക് എത്ര താഴ്ത്തി വെട്ടണം? അതും ഇതുപോലൊരു പ്രധാനപ്പെട്ടതാണ്. ഒരു 90% ആൾക്കാർക്കും നമുക്ക് എടുക്കുന്ന ഷോൾഡർ തന്നെ ഈ ആം ഹോളിന് വേണ്ടിയുള്ള ഇറക്കമായിട്ട് എടുക്കാം. ഒന്നുകൂടെ ഓർക്കുക, ഈ ഷോൾഡർ എത്രയാണോ ആ ഷോൾഡർ തന്നെ എടുക്കുക. ഇപ്പം നിങ്ങൾ തൽക്കാലം
തുടക്കത്തിൽ പഠിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ മിടുക്കരായി 2, 3 തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേരിയേഷൻ ഞാൻ തന്നെ പറഞ്ഞു തരാം, അല്ലെ എൻ്റെ വീഡിയോകളിൽ നിന്നോ മറ്റ് വീഡിയോകളിൽ നിന്നോ ഒക്കെ കാണാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ആദ്യം തയ്ക്കാൻ പഠിക്കുമ്പം ഒരു കാര്യം, ഒരാളെ മാത്രം ഫോളോ ചെയ്യണം. ആ ആൾ പറയുന്നതനുസരിച്ച് കുറേ കാര്യങ്ങൾ കേട്ട് പഠിച്ച് ഒരുവിധം നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സ് ചുവട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഏതും ആരെയും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിൽ തെറ്റും ശരിയും വേരിയേഷനും മാറ്റം വരുത്തേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെക്കാൾ എത്രയോ മിടുക്കരായ നല്ല നല്ല ആൾക്കാർ കിടക്കുന്നു. 7 ഇഞ്ച് താഴേക്കും ഞാൻ അടയാളപ്പെടുത്തുന്നു. അപ്പം നിങ്ങളിവിടെ നോക്കണേ, ഇവിടെ നിന്നും 7 ഇഞ്ചാണോ നോക്കണം. ഇത് കറക്റ്റാണ്. അപ്പം ഞാൻ ആ 7 വരച്ചു. എൻ്റെ ലൈൻ ഇത് താഴോട്ട് 7ലേക്ക് നമ്മളൊരു ലൈൻ വരച്ച് 7 എന്നുള്ള പോയിന്റിനെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇത്രയും കണ്ടല്ലോ നിങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കെല്ലാം ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ തോളിനൊരു ചരിവുണ്ട്. എല്ലാവരുടെയും തോളിന് ഒരു ചെറിയ ചരിവുണ്ട്. അത് കൂടിയും കുറഞ്ഞു വരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് നോക്കിക്കേ, ഇവിടെ നമ്മളൊരു കറക്റ്റ് 1/2 ഇഞ്ച് കണ്ടോ, ഒത്തിരി ഇല്ല, 1/2 ഇഞ്ച് ഇത്രയും ദൂരമേ ഉള്ളൂ. 1/2 ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഈ നെക്ക് വെട്ടി വെച്ച് തുടങ്ങിയിരിക്കുന്ന ഇവിടെ ഇല്ലേ, ഇതിൻ്റെ അറ്റത്തോട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ ഇങ്ങനെ നമുക്ക് കൂട്ടി വരയ്ക്കാം. ഇതിനെ വിളിക്കുന്നവർ സ്ലോപ്പ് എന്നാണ് പറയുന്നത്. സ്ലോപ്പ് ചിലർ കൊടുക്കാതെ തയ്ക്കുന്നവരുണ്ട്, പക്ഷെ സ്ലോപ്പ് വേണം. സ്ലോപ്പ് ഉള്ളപ്പോഴാണ് ഡ്രസ്സ് ഭംഗിയായിട്ട് വരുന്നത്. കണ്ടോ, ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു അരച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്നുള്ള ഈ വരയില്ലേ, ഈ 7 നമ്മുടെ ആം ഹോളിൻ്റെ അത് 7 പറഞ്ഞില്ലേ, അത് ഞാൻ മുന്നോട്ട് നീട്ടി വരയ്ക്കുവാണേ. നീളത്തിൽ 7 വരച്ചു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ കണക്ക് അല്ലേ. നിങ്ങൾ പേടിച്ചിരിക്കുന്നു നമ്മുടെ കണക്ക്. എൻ്റെ ചെസ്റ്റ് അളവ്. നമുക്ക് ചുരിദാർ തയ്ക്കാൻ ബസ്റ്റ് വെച്ചും ഞാൻ തയ്ച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെസ്റ്റ് അളവ് വെച്ച്, ഇതാണ് ശരിക്കും കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് തയ്ക്കുന്ന ചെസ്റ്റ് വെച്ചാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, ഇത് 4 പീസാണെന്ന് പറഞ്ഞില്ലേ, 4ആയിട്ടാണ് നമ്മളിതിനെ മുറിച്ച് വരുന്നത് അല്ലേ. 4 ഞാൻ ഇത് ഒരു മടക്ക് 1, 2, ഇതിനകത്തുള്ള പീസ് 2, അങ്ങനെ 4. അതുകൊണ്ട് നമ്മൾ ഈ ചെസ്റ്റിനെ 4ആയിട്ട് വീതിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ ബോഡിയിൽ നിന്ന് നമ്മൾ ചേർത്തെടുത്തത്, നമുക്കത് മതിയോ, തുണി തയ്ക്കുമ്പം ഇറുകിപ്പോകലേ. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു ലൂസ് 4 ഇഞ്ച് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണം. ഇതൊക്കെ ബേസിക്കാണ്, ഇത് കാണാപ്പാടെ ഓർത്ത് വെച്ചോണം. 37ൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം, 4 ഇഞ്ച് കൂട്ടണം. 37ൻ്റെ കൂടെ 4 കൂട്ടി അത് എത്ര, 41. 4 പീസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ 4 കൊണ്ട് ഹരിക്കും. 41നെ 4 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 10.25 നമുക്ക് കിട്ടാൻ പോകുന്ന അളവ്. ഇനി വേറെ നിങ്ങൾ നോക്കണേ, ബസ്റ്റ് 39, 37 ചെസ്റ്റ്, ബസ്റ്റ് 39. ഇത് ബ്രസ്റ്റ് എന്നല്ല പറയുന്നത്, ബസ്റ്റ് എന്നാ മാറി പറഞ്ഞേക്കല്ലേ. അപ്പം ഈ 37 39 തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെ വ്യത്യാസം 2 അല്ല ഉള്ളൂ. 1.5 2 ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ബസ്റ്റ് അളവ് നിങ്ങൾ നോക്കുകയേ വേണ്ട, അതിനെ നമ്മൾ വെറുതെ വിട്ടേരെ. പിന്നെ എപ്പോഴാണ് എടുക്കേണ്ടത്, ഒരു 3 ഇഞ്ചും മറ്റും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബസ്റ്റും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ പോരെ, നിങ്ങളെ ഇട്ട് കുഴപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാനിതിനെ വിട്ടേ, ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്ക് എത്ര കിട്ടി, ചെസ്റ്റിലെ അളവ് 10.25 കിട്ടി. അപ്പം ഞാൻ ഈ 10.25 എന്നുള്ള അളവ് ഇവിടെ നിന്ന് എടുക്കുക. 9, 10.25 നിങ്ങൾ കണ്ടല്ലോ. ആ 10.25 ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി ഇവിടെ വെച്ച് നമ്മളിങ്ങനെ തയ്ച്ചു പോകുമ്പോൾ തുണി മിച്ചം കിടക്കണ്ടേ, തയ്യൽ തുമ്പ്, സീം അലവൻസ്, അത് തുടക്കക്കാര് 2 ഇഞ്ച് ഇടാൻ മറക്കല്ലേ. നിങ്ങൾ എക്സ്പേർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അത് 1.5 ആയിട്ട് മാറ്റാം കേട്ടോ. ഇത്രയും വരെ പിടി കിട്ടിയില്ലേ. ഇനി നമ്മുടെ അടുത്ത പണി, ഈ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ 10.25 എന്ന് പറഞ്ഞ ഈ പോയിന്റും നിങ്ങൾ ഈ എടുത്ത ഷോൾഡറിൻ്റെ ഇറക്കവില്ലേ, അത് എത്രയായിരുന്നു നമ്മൾ മൊത്തം എടുത്ത് 7 അല്ലേ, അതിൻ്റെ നേർപകുതി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ പോയിന്റിൽ നിന്നും ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ച് നമ്മളൊരു ഇങ്ങനെ വരയ്ക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആം ഹോൾ. കണ്ടല്ലോ, ഇതിനെയാണ് വിളിക്കുന്നത് ആം ഹോൾ. ഇത് വരയ്ക്കാനും നമുക്ക് മുമ്പത്തെ ആം ഹോൾ കർവ്, ഇതിനു വേണ്ടിയുള്ള ഉപകരണമാണ് ഇത് കേട്ടോ.
വേണ്ട, 8:45 എനിക്ക് വരണം. അപ്പം എനിക്ക് എത്രയേ ഉള്ളൂ? 8:30 ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ അളവ് തയ്ച്ചാൽ എൻ്റെ കഷക്കുഴിയിൽ പിടുത്തം ഉണ്ടാകും. കഷക്കുഴിയിൽ പിടിച്ചാൽ എന്നാ പറ്റും? ഷോൾഡർ ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ ഊരി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരിക്കലും ഡ്രസ്സ് ശരിയാകത്തില്ല. അപ്പം എനിക്കൊരു സ്വല്പം കൂടെ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഞാനിപ്പോൾ എടുത്ത ഈ 7 എന്നുള്ള മെഷർമെൻറ്റ് ഞാനൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 7.5 എടുത്തു. ഇത് ഞാൻ മുന്നോട്ട് നീട്ടി വരയ്ക്കാം. വരച്ചിട്ട് ഇത് കണ്ടോ, ഇതല്ലേ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്ന പോയിന്റ്. ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർത്ത് നമുക്ക് ആ ആം ഹോള് ഒന്നുകൂടെ പുതുക്കി പണിയാം. ഇത് കണ്ടോ, ഇതിങ്ങനെ വരും. ഇപ്പോഴത്തെ ആം ഹോളിൽ ഞാൻ ഈ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തി. നമുക്കിതൊന്ന് നോക്കാം, എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, ഇപ്പം വന്നപ്പം നമുക്ക് 9ന്റെ തൊട്ട് പുറകിൽ ഒരു പോയിന്റ് പുറകിൽ നമുക്ക് 8:45 വേണം. അപ്പോൾ 9ന്റെ ഒരു പുറകിലത്തെ ഒരു കുഞ്ഞു വരെ വന്നു. അപ്പം നമുക്കിത് കറക്റ്റാണ്. അപ്പോൾ ഇതിലേതാണ് ശരി? ഇതാണോ വേണ്ടത്? മഞ്ഞയാണ് വേണ്ടത് അല്ലേ? ഇപ്പം നമ്മൾ മഞ്ഞ എടുക്കാൻ പഠിച്ചു. ഇത്രയും വരെ പഠിച്ചില്ലേ? ഇവിടെ കൊണ്ട് ഇന്ന് നിർത്തിക്കോട്ടെ. കാരണം ഒരുപാടായി, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും, ഒത്തിരി കൺജക്ഷൻ പോലെ തോന്നും. അതുകൊണ്ട് ഇന്ന് നെക്കും ഷോൾഡറും ആം ഹോളിൻ്റെ ഇറക്കമെടുത്തതും ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കാനും എടുത്തതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളൊരു കാര്യം പറയണം. കുറച്ചറിയാവുന്നവരല്ല പറയണ്ടേ, ഒട്ടും അറിയാത്തവർ. കുറച്ചറിയാവുന്നവർ പറയരുതെന്നല്ല പറഞ്ഞത്. ഒട്ടും അറിയത്തില്ലാത്തവർക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് നിങ്ങൾ കമൻ്റ് അറിയിക്കണം. എങ്കിൽ നാളെ നമ്മളിതിൻ്റെ ഷേപ്പ്, നമ്മുടെ ഹിപ്പ് അല്ലേ, സ്ലിറ്റ് എടുക്കാനായിട്ടുള്ള ഹിപ്പ്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ നാളെ ഇതങ്ങ് തീർക്കാൻ പറ്റും. അപ്പം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, എന്തൊക്കെയോ പിടികിട്ടി എന്ന് ഞാൻ വിചാരിച്ചോട്ടെ, അതോ ഉള്ളതും കൂടെ പോയോ? എനിക്കങ്ങനെ വിശ്വസിക്കാനല്ല പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണേ, സമയമെടുത്ത് ഞാൻ പറയുന്ന ഓരോന്ന് കേട്ട് ഇതൊന്ന് വീഡിയോ കണ്ടുവെക്കണം. പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ നിങ്ങളുടെ നൈറ്റി ബിറ്റ് എടുത്ത് വെച്ച് ഇതുപോലെ നിങ്ങളുടെ മെഷർമെൻ്റ് എടുക്കണം. നിങ്ങളുടെ മെഷർമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ആദ്യം തയ്ക്കണം. അതിൻ്റെ പിഴവ് കണ്ടെത്തി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവർ തയ്ച്ചു കൊടുത്താൽ മതി. മറ്റളവുകളിലേക്ക് നമുക്ക് മാറിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പം നിങ്ങളുടെ കൃത്യമായ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ കുറച്ചറിയാവുന്നവർ എന്നെ ചീത്ത വിളിക്കരുത്. കേട്ട് നിങ്ങൾക്ക് മടുപ്പായി കാണും. പറഞ്ഞ് ടീച്ചറിന് നാണമില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും. അപ്പം ഇത് ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയാണ് ചിന്തിക്കുക. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. സന്ധിക്കും വരെ വണക്കം.